നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളുണ്ട്, പകൽ പോലും നമ്മൾ പോകാനായിട്ട് ഭയപ്പെടുന്ന ചില സ്ഥലങ്ങൾ. കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ വീട്ടുകാർ ആ സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന് നമ്മളെ വിലക്കുന്നുണ്ടായിരിക്കാം. അതുമാത്രമല്ല, മറ്റു ചില നിഗൂഢ രഹസ്യങ്ങളും ഈ സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ലോകത്തുള്ള എല്ലാ നാടുകളിലും ഇത്തരത്തിലുള്ള നിഗൂഢത നിറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരിക്കലും പോകാൻ പാടില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാൻഡ്. സ്കോട്ട്ലൻഡുകാരനായ ജോൺ വൈറ്റ് 1895 തൻ്റെ ഓവർടൺ എസ്റ്റേറ്റിലേക്ക് കടക്കാനായി എച്ച് ഇ മിൽനർ എന്ന ആർക്കിടെക്റ്റിനെ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പാലം നിർമ്മിച്ചു. ആ പാലം കാണാൻ വേണ്ടി മാത്രം നിരവധി ആളുകളാണ് അവിടെ ഒത്തുകൂടിയത്. 1895 ഈ പാലം പണി പൂർത്തിയായത്. അമാനുഷികവും വിചിത്രവുമായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് ആ പാലത്തിന് ചുറ്റും അരങ്ങേറിയത്. ആ പാലത്തിലൂടെ കടന്നുപോയ നായ്ക്കളെല്ലാം തന്നെ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങി. ഒന്നും രണ്ടും നായകൾ പോയപ്പോൾ അത് അപ്രതീക്ഷിതമായ സംഭവം എന്നാണ് അവർ കരുതിയത്. എന്നാൽ ആ പാലത്തിലൂടെ കടന്നുപോയ മുഴുവൻ നായ്ക്കളും പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിലെന്തോ വിചിത്രമായ കാര്യമുണ്ടെന്ന് ആ ഉടമസ്ഥനും മറ്റുള്ളവരും മനസ്സിലാക്കി. പക്ഷേ അത് നിർമ്മിച്ച ആർക്കിടെക്റ്റിന് പോലും ഈ പാലത്തിന് പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് പലതരം പഠനങ്ങൾ നടത്തി. കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ വിചിത്രങ്ങളായിരുന്നു. അതിലൊന്ന്, എല്ലാ നായ്ക്കളും ചാടുന്നത് ആ പാലത്തിൻ്റെ വലതുവശത്തു കൂടിയായിരുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, നല്ല തെളിഞ്ഞ ആകാശമുള്ള ദിവസമാണ് അവയെല്ലാം ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നതായിരുന്നു. എന്തോ ഒരു വിചിത്രമായ കാഴ്ച ആ പാലത്തിന് താഴെ ഉള്ളതായിട്ട് അവയ്ക്ക് തോന്നുന്നുണ്ടാവും. നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നായകൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അവിശ്വസനീയമായിട്ടുള്ള മറ്റൊരു കാര്യം. ഒരിക്കൽ വീണ് പരിക്ക് പറ്റുന്ന നായ്ക്കൾ വീണ്ടും ആ പാലത്തിലേക്ക് കയറുകയും അതിനുശേഷം എടുത്തു ചാടുകയും ചെയ്യുന്നു. പാലത്തിന് ഏകദേശം 50 അടി താഴ്ചയുണ്ട് എന്ന് കൂടി ഓർക്കണം. പ്രദേശവാസികൾ പറഞ്ഞു പരത്തിയത് ഒരു പ്രേത കഥയായിരുന്നു, വൈറ്റ് ലേഡി ഓഫ് ഓവർടൺ. അങ്ങനെ ഒരു പ്രേതം ആ പാലത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നും അവരാണ് ആ നായകളെ പാലത്തിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നത് എന്നുമായിരുന്നു. അതോടുകൂടി ആ പാലത്തിലൂടെ പലരും പകൽ സമയത്ത് പോലും നടക്കാതെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ വിശദീകരണമായി ചിലർ മുന്നോട്ട് വന്നു. അതിലൊന്ന്, ഈ നായകൾ മിങ്ക് എന്ന ജീവിയുടെ സാന്നിധ്യം അറിഞ്ഞ് അവയെ വേട്ടയാടാൻ ചാടുന്നതാണ് എന്നതാണ്. അതായത് ഈ പാലത്തിനടിയിൽ മിങ്ക് എന്ന ചില ജീവികൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവയുടെ ഗന്ധം ഈ നായകളെ ആകർഷിക്കുന്നു എന്നാണ്. പക്ഷെ അവിടെയും വിശദീകരിക്കാനാവാത്തൊരു കാര്യം, എന്തുകൊണ്ട് 50 അടി താഴ്ചയിലേക്ക് ഇവ എടുത്തു ചാടുന്നു എന്നതാണ്. അതിനുള്ള കാരണമായി കണ്ടെത്തിയത്, പാലത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പാലത്തിൻ്റെ ആഴം വളരെ കുറവുള്ളതായിട്ട് നായകൾക്ക് തോന്നും. അതിന് താഴെയുള്ള പുൽമേടുകൾ കാണുമ്പോൾ നിരപ്പായ സ്ഥലമാണെന്നും ആഴം കുറവാണെന്നും കരുതി അവ ചാടുന്നു. പക്ഷേ ഒരാൾക്കും വിശദീകരിക്കാനാവാത്ത ഒരു കാര്യം, വീണ്ടും വീണ്ടും എന്തിന് ഒരേ നായ തന്നെ ആ പാലത്തിന് മുകളിൽ നിന്ന് ചാടുന്നത് എന്നായിരുന്നു. ഇന്നും ഇത് ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തുടരുകയാണ്. ഒരിക്കലും പോകാൻ പാടില്ലാത്ത രണ്ടാമത്തെ സ്ഥലം, ട്രാൻസിൽവാനിയയിലെ ബെർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഹോയ ബാച്ചു എന്ന നിഗൂഢ വനമാണ്. റൊമാനിയയിലാണ് ഈ ഒരു നിഗൂഢ വനമുള്ളത്. ഈ പേരിന് പിന്നിൽ തന്നെ വളരെ അവിശ്വസനീയമായിട്ടുള്ളൊരു കഥയുണ്ട്. ഒരിക്കലും ഒരു ആട്ടിടയൻ 200 ആടുകളുമായി ഈ വനത്തിലേക്ക് പോയത്. പിന്നീട് അങ്ങനെ ഒരാളെ ആ നാട്ടിലൊരാളും കണ്ടിട്ടേ ഇല്ല. അയാളുടെ കൂടെ പോയ ആടുകളെക്കുറിച്ചും ഒരു വിവരവും കിട്ടിയില്ല. അതിനുശേഷമാണ് ഈ വനത്തിന് ഇങ്ങനെയൊരു പേര് പോലും ലഭിച്ചത്. ഇനി വിശ്വസിക്കാനാവാത്ത മറ്റൊരു കാര്യം, ഈ വനത്തിന് നടുക്ക് വളരെ വൃത്താകൃതിയിലുള്ളൊരു പ്രദേശം. ആ സ്ഥലത്ത് മാത്രം ഒരു മരങ്ങളും വളരില്ലത്ര. പകൽ പോലും ആൾക്കാർ ആ സ്ഥലത്തേക്ക് പോകാതെയായി. ഇനി മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം, ഈ വനത്തിലെ മരങ്ങൾ വളരുന്നത് വളഞ്ഞ പുളഞ്ഞ ആകൃതിയിലാണ്. കാണുമ്പോൾ തന്നെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ആകൃതിയാണ് അവയ്ക്കുള്ളത്. എല്ലാ പ്രശ്നങ്ങളെയും അവഗണിച്ചുകൊണ്ട് 1968 എമിൽ ബാർണിയ എന്നൊരു ഫോട്ടോഗ്രാഫർ ഈ വനത്തിലേക്ക് കയറി.
അദ്ദേഹം ചില ദൃശ്യങ്ങൾ പകർത്തി. അതിലൊന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹം അതിശയപ്പെട്ടത്. അതിലൊരു UFOയുടെ ചിത്രം പറഞ്ഞിരുന്നു. UFO എന്ന് വെച്ചാൽ പറക്കുന്നില്ല, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്. അതെങ്ങനെയാണ് ആ കാട്ടിൽ വന്നതെന്ന് അയാൾക്ക് വിശദീകരിക്കാനായില്ല. വെല്ലുവിളി സ്വീകരിച്ച് ഈ കാട്ടിൽ പോയ പലർക്കും പല തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി. ശാരീരികമായി തളർച്ചയും തലവേദനയും ഒക്കെ അതിൽ പെടുന്നതായിരുന്നു. മറ്റൊരു കാര്യം, ഈ വനത്തിനകത്ത് ഡിജിറ്റൽ ഉപകരണങ്ങളിൽ പലതും പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ്. ഇതിന് ശാസ്ത്രീയമായി പലരും പലതരം വിശദീകരണങ്ങൾ നൽകാനായിട്ട് തുടങ്ങി. അതിലേറ്റവും വിശ്വസനീയമായവ ഈ വനത്തിനുള്ളിൽ ഏതോ ഒരു കാന്തിക മണ്ഡലമുണ്ടെന്നും അതാണ് ഈ വനത്തിനെ നിയന്ത്രിക്കുന്നതെന്നുമാണ്. ചിലരൊക്കെ വിശ്വസിക്കുന്നത് നമ്മുടെ ചുരുളി സിനിമയിലൊക്കെ നടക്കുന്ന പോലെ ഏതോ ഒരു അമാനുഷിക ശക്തികൾ ഈ ഒരു വനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ആൾക്കാർ ആ വനത്തിനെ എന്നേക്കുമായി ഭയപ്പെട്ടു. അവർ അവിടേക്ക് പോകാതെയായി. 21ാം നൂറ്റാണ്ടിലും ഹോയ ബാച്ചു ഒരു നിഗൂഢ വനമായി തുടർന്നു. നമ്മുടെ മൂന്നാമത്തെ സ്ഥലം അങ്ങ് സൈബീരിയയിലാണ്. അവിടെ ഇർകുട്സ് മേഖലയിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. ഇതിൻ്റെ പേര് പാറ്റോംസ്കി ക്രേറ്റർ എന്നാണ്. ഉയരത്തിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷിക്കൂടിന് നടുക്ക് ഒരു മുട്ട വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കും. 1949 കോൾപ്പക്കോവ് എന്ന ഭൗമശാസ്ത്രജ്ഞനാണ് ഈ ഒരു ഭൂരൂപത്തിൻ്റെ കഥ പുറം ലോകത്തിനോട് പറയുന്നത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം അവിടുത്തെ തദ്ദേശവാസികളോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവും അപശകുനം പിടിച്ച ഒരു സ്ഥലമാണെന്നും അവിടേക്ക് പോയാൽ നിത്യരോഗിയായി മാറുമെന്നും അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ പ്രദേശത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവർ വളരെ ഭയത്തോടെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഈ സ്ഥലത്തിനെ അവർ വിളിച്ചത് ഫയർ ഈഗിൾസ് നെസ്റ്റ് എന്നായിരുന്നു. ശരിക്കും മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു പക്ഷിക്കൂട് പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ രൂപഘടന. കുറച്ച് ഭൗമശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് മുന്നോട്ട് വന്നു. ഉൽക്കാപതനത്തിൻ്റെ ഒരു സൂചനയും അവിടെ നിന്ന് ലഭിച്ചിരുന്നില്ല. മറിച്ച് ഈ ഭൂരൂപം ഉണ്ടാക്കപ്പെട്ടത് ചുണ്ണാമ്പ് കല്ലുകൊണ്ടായിരുന്നു. അവിടെയുള്ള മരങ്ങളെ പരിശോധിച്ചപ്പോൾ 300 മുതൽ 400 വർഷം പഴക്കമുള്ളവയായിരുന്നു. എന്നാൽ ഈ ഭൂരൂപത്തിനകത്ത് ഒരു മരവും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഭൗമശാസ്ത്രജ്ഞർ വലിയൊരു വിശദീകരണവുമായി മുന്നോട്ട് വന്നു. ഭൂമിക്കടിയിലെ വാതകങ്ങൾ മുകളിലേക്ക് മർദ്ദം ചെലുത്തിയിരിക്കണം. ആ മർദ്ദത്തിൻ്റെ ഫലമായി ചുണ്ണാമ്പ് കല്ലുകൾ ഉയർന്നു വന്നതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു ഭൗമരൂപം രൂപപ്പെട്ടത് എന്ന് ആ ശാസ്ത്രജ്ഞർ നിഗമനത്തിലെത്തി. ഇത്തരത്തിലുള്ള നിഗൂഢതകളുടെ ഒരു കലവറയാണ് നമ്മുടെ ഭൂമി. നമ്മുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത്തരം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.